ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അമ്പുട്ടി. എല്ലാം കണ്ടാ പോയി. ഇപ്പൊ തുറന്നോ? ഇപ്പൊ കണ്ടാ പോയി. ഹായ് ഗൈസ്, ഹാപ്പി വിഷു. ഇന്ന് അപ്പയും മോനും മാച്ചിങ് ഔട്ട്ഫിറ്റ്സിലാണ്. ആദ്യം വരെ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്സ് എങ്ങനെയുണ്ട്? ആദ്യം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ 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 സന്തോഷവും ആരോഗ്യവും സമ്പത്തും നിറഞ്ഞ ഒരു ഹാപ്പി വിഷു നേരുന്നു. ഐശ്വര്യമുള്ള ഒരു വിഷു നേരുന്നു. നിങ്ങൾക്ക് ഈ വർഷം അടിപൊളി ആവട്ടെ. സോ വി ആർ ബാക്ക് ഹോം. ആദ്യത്തെ വ്ളോഗ് തന്നെ നമ്മുടെ വിഷു വ്ളോഗ് ആണ്. സോ ഇന്ന് നമ്മള് കുറെ ഒരു വിഷു ഫീൽഡുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കിടില സദ്യ രണ്ടാമത്തെ അവിടെ വീണ്ടും കഴിക്കാൻ പോകുന്നുണ്ട്. സോ അതൊക്കെ ആയിട്ട് നമ്മുടെ വിഷു വ്ളോഗ് തുടങ്ങുന്നതായിരിക്കും. ആദ്യം വരെ കൈനീട്ടൻ ടൈം. പ്രിയ, കൈനീട്ടം. അയ്യടാ, എനിക്കാണ് ഇങ്ങോട്ട് തിരിച്ചു തരട്ടെ കൈനീട്ടം. അപ്പൊ വെൽക്കം ടു അവർ വിഷു വ്ളോഗ്. ഇത് അമ്മൂമ്മയുടെ ഹാപ്പി വിഷു പറയണേ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഒന്നും കിട്ടിയില്ല അന്ന്. എന്ത് ചപ്പ ചപ്പ പിടിക്കണേ, എന്നിട്ട് അപ്പയ്ക്ക് തരണേ. ഉമ്മ എടുക്ക്. അപ്പൊ അമ്മ റെഡി നിന്നോ, നമുക്ക് ലഞ്ചിന് പോവാം. വിഷുവിന് എന്റെ പുതിയ പേഴ്സ് ഞാൻ തൈവാനിൽ നിന്ന് വാങ്ങിയതാണ്. അതില് അമ്മ പൈസ നിറച്ച് തന്നിട്ടുണ്ട്. സോ വിഷുവിന്റെ തുടക്കം തന്നെ അടിപൊളി. വേദു, ഇനി ബാ നമുക്ക് പോണം എല്ലായിടത്തും. എന്താ കേപ്പതല്ല അത് വന്ന് എല്ലാരും കൊടുത്തോണ്ട് ഞാൻ വേദുവിന് കൊടുക്കാൻ മറന്നുപോയി. ഇത് കാല് തൊട്ട് തൊഴുത്, കാല് തൊട്ട് തൊഴു അപ്പാടെ. ഇനി ഇതിലിട്ടാം. ഇത് വേദുവിന്റെ പൈസ ബാഗാണ്. ഇത് കെട്ട് നടക്കുന്നത് കിട്ടും. എന്നിട്ട് വേണം നമുക്ക് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഗുരുവായൂരപ്പനാ അല്ലേ? പാടില്ലട്ടോ. നമ്മുടെ കാർ ഏകദേശം 1 മാസമായി. ആരും അനങ്ങിയിട്ടില്ല. സോ മെയിൻ തിങ് നമുക്കൊരു ടെൻഷൻ വരുന്നത് നമ്മുടെ കാറിന്റെ എയർ പ്രഷറാണ്. നമുക്ക് വണ്ടിക്കകത്ത് അറിയാൻ പറ്റും കുറഞ്ഞോ കൂടിയോന്ന്. പക്ഷേ നമുക്ക് ഇൻഫ്ലേറ്റ് ചെയ്യാനായിട്ട് പെട്രോൾ പമ്പിൽ പോവാതെ അഗാരോന്റെ ഇലക്ട്രിക് ടയർ ഇൻഫ്ലേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇതെനിക്കൊന്ന് കാറുള്ള എല്ലാ വീട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സംഭവം. വളരെ സിമ്പിളാണ്. ഞാൻ ഒരു ഒറ്റ മിനിറ്റിൽ ഇതിന്റെ ഉപയോഗം കാണിച്ചു തരാം. നല്ലൊരു സ്റ്റോറേജ് പൗച്ചായിട്ട് വരും. ഇത് നമ്മുടെ ടയർ ഇൻഫ്ലേറ്റർ വളരെ പോർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് AC ആൻഡ് DC കണക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കാറിന്റെ സിഗരറ്റ് ലൈറ്ററിലേക്കും കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ വരും. അതല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ പവർ സോക്കറ്റിലേക്കും കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് വരും. സൗകര്യം മിക്കവാറും ഈ കാറിന്റെ സോക്കറ്റിൽ തന്നെ കണക്ട് ചെയ്യുന്നതായിരിക്കും. സോ അതിനുള്ള സോക്കറ്റിന്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിവിടെ കുത്തുക. അതല്ലാതെ ഇത് നേരെ നമുക്ക് നമ്മുടെ കാറിന്റെ പവർ സോക്കറ്റിൽ കുത്താം. കാർ ജസ്റ്റ് ഓൺ ചെയ്യാം. ആൻഡ് സംഭവം റെഡി. സെറ്റിംഗ് ചെയ്യാം. നമുക്ക് അറിയാവുന്നത് PSI ആണ്. PSI അല്ലാതെ ഇവരുടെ ബാർ അങ്ങനെ പല രീതിയിലുള്ള
മെഷർമെന്റ്സ് ഉണ്ട്. നമുക്ക് PSI ഞാൻ 32 വെക്കുന്നത്. അതിൻ്റെ മോട്ടർ ആണെങ്കിൽ 120 വാട്ട്സിന്റെ പവർഫുൾ മോട്ടറാണ്. 1 വർഷം വാറണ്ടി ഉണ്ട് കേട്ടോ ഈ പ്രൊഡക്റ്റിന്. ബാക്കിലത്തുള്ള സോക്കറ്റ് പൊക്കുക, ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെക്കുക ആൻഡ് ഇത് ലോക്ക് ചെയ്യുക. ഡൺ. ആൻഡ് പവർ ഓൺ ചെയ്യുക. വലിയ കാറ്റ് കുറവില്ല. സംഭവം പെട്രോൾ പമ്പിൽ പോകാതെ നമ്മുടെ ഇവിടെ ഇരുന്ന് തന്നെ എയർ കയറ്റാൻ പറ്റും. 32 ആയി. ഇത്രയേ ഉള്ളൂ സംഭവം. സോ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. എല്ലാ വീട്ടിലും മസ്റ്റാണ്. ടയറിൻ്റെ കാറ്റ് സ്ഥിരമായിട്ട് അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് എങ്കിലും നോക്കണം. ആൻഡ് ഇതിന് നമുക്ക് പെട്രോൾ പമ്പിലും പോകണ്ട. സോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു കിടിലൻ പ്രൊഡക്റ്റുമാണ്. നമ്മുടെ വണ്ടി മച്ച് മോർ സേഫ് റൂം. കാരണം നമ്മൾ റെഗുലർലി എയറും ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഷോപ്പിൻ്റെയും ആദ്യത്തെ വിഷു ആണ്. സോ ദിസ് ഇസ് സച്ച് എ സ്പെഷ്യൽ വിഷു ഫോർ എസ്. എന്താ പറയുക, നാളെ അതിനെയും കാട്ടി വളരെ ഇമ്പോർട്ടൻ്റ്, നാളെയല്ല മറ്റന്നാളും അതിനെ കാട്ടി വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. സോ ഈ ഒരു വിഷു എപ്പോഴും മെമ്മറബിൾ ആയിരിക്കും. പ്രിയ, ഹാപ്പി വിഷു. ഇപ്പോഴാണ് കാണുന്നത്. ഓ, സുന്ദരിയായിട്ടുണ്ടല്ലോ. ഈ ഡ്രസ് എവിടുന്നാന്ന് ചോദിക്കരുത്. ഇത് പഴഞ്ചൻ ഡ്രസ്സാണ്. നിങ്ങൾ വിശ്വസിക്കില്ല, വേദുവിനെ പ്രസവിക്കുന്നതിന് മുന്നേ വാങ്ങിച്ച ഡ്രസ്സാണ്. പക്ഷെ ഇന്നേ വരെ ഇടാതെ ഇപ്പോഴാണ് ഞാൻ ഇട്ടത്. ഇന്നാണ് യോഗം വന്നിരിക്കുന്നത്. ആദ്യമേ എല്ലാവരോടും ഹാപ്പി വിഷു പറ. എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവർക്കും ഈ വർഷം മൊത്തം ഐശ്വര്യവും സന്തോഷവും ആരോഗ്യവും സാമ്പത്തികമായിട്ടും എല്ലാം അടിപൊളിയാവട്ടെ. നമ്മുടെ ഷോപ്പിന്റെ ഫസ്റ്റ് വിഷു ആണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും വിഷു കൈ കൊടുക്കണ്ടേ? നമ്മുടെ ഷോപ്പിന്റെ വിഷുക്കണി കാണിക്കണ്ടേ? ആ, 4 കുറവുണ്ട്. ഇന്നലെ രാത്രി വാങ്ങിയതേ, പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞാണ്. അതെ, ഞാൻ കഴിച്ചു നോക്കിയിട്ടല്ലേ ഇവർക്ക് കൊടുക്കാൻ. ഒരെണ്ണം കഴിച്ചു നോക്കിയാ പോരെ? ഒരെണ്ണം കഴിച്ചപ്പോ ടേസ്റ്റ് കറക്റ്റ് അറിഞ്ഞില്ല. അങ്ങനെ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ അങ്ങനെ ഇതാണോ ടേസ്റ്റ്. നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിന്റെ ഫസ്റ്റ് വിഷു ആൻഡ് പ്രിയയുടെ ടീം ട്രീ അടിപൊളിയായിട്ടുണ്ട്. എനിക്കത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്ന വിഷുവിനാണ്. അല്ല, എനിക്ക് മറ്റേ ഇതിന് പൊന്ന കിട്ടാൻ തന്നെ പാട്. ഇത് പാവം പ്രിൻസ് ബ്രോഡ്വേ പോയി വാങ്ങി. പ്രിൻസ് ആണ് മൊത്തം തൂക്കിയത്. പ്രിൻസാണ് എല്ലാം ചെയ്തത്. ഈ ഡെക്കറേഷൻ പ്രിൻസും ജോ ഒക്കെ കൂടെ എല്ലാരും ചെയ്തത്. രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മുടെ കിഡില് ഒരു തീം ട്രീ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ഫസ്റ്റ് വിഷുവിന് നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് കുറെ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാരും ഒരു ഹാപ്പി സ്റ്റോറിൽ സമയം കിട്ടുമ്പോൾ വരുക അല്ലേ? അതെ, നല്ല തിരക്കുണ്ട് ഇന്ന്. ഇനി എല്ലാവർക്കും സ്വീറ്റ്സും കൈനീട്ടം കൊടുക്കാം. പാർവതി നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. പാർവതി അന്ന് പൂജയ്ക്ക് വന്നതാ. അതെന്റെ ഇപ്പളാ വരുന്നത്. നാട്ടിൽ പോയല്ലോ, ഷോപ്പിൽ ഇന്ന് ആദ്യമായിട്ടാണ്. ഹലോ, കണ്ട വേദു ക്ലോസ് ബോർഡ് ഇട്ടു. ഇവനെ ഷോപ്പിൽ വന്ന് അപ്പ ക്ലോസ് ചെയ്തിട്ട് എല്ലാരുമായിട്ട് കളിക്കണം. ഓപ്പൺ ഇട്. അപ്പൊ എല്ലാവർക്കും ഈ വർഷം മൊത്തം എന്റെ വഴക്കും എല്ലാം കിട്ടട്ടെ. സന്തോഷമായിട്ട്, ആരോഗ്യമായിട്ട്, ഐശ്വര്യമായിട്ട്, സൂപ്പറായിട്ട് ഷോപ്പ് നോക്കിയാൽ മതി. നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ? ഇത് മിണ്ടാണ്ടിരിക്കുന്നത്. അതെ, പിന്നെ സൂപ്പറായിട്ടാണല്ലോ നോക്കുന്നത്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് അവിടെ പോയ സമാധാനം വേണമല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ പ്രിൻസ് വിളിച്ചിട്ടാ, ചേച്ചി ഇങ്ങനെ ചേച്ചി ഷോപ്പ് പിള്ളേര് ഒന്നും ശരിയല്ല ചേച്ചി. ഇതിനെ കണ്ടില്ലല്ലോ. പ്രിൻസ് ഇന്ന് ലീവാ, സൺഡേ അല്ലേ? കുറച്ച് വൈകുന്നേരം വരാന്ന് പറഞ്ഞു. വാ നമുക്ക് പോണം. ഇത് കൊറേ കഴിഞ്ഞ ഇത് വിഷു കഴിഞ്ഞിട്ട് വാങ്ങാനുള്ളതാ. വാ, ഇന്ന് അടുത്ത സ്ഥലത്ത് പോണ്ടേ? ഡാഡി മമ്മിയുടെ വീട്ടിൽ പോണ്ടേ? അതായിട്ട് പാപ്പം കഴിക്കാൻ പോണ്ടേ? വന്നേ വേദു ബാഗൊക്കെ ആയിട്ടാ വന്നിരിക്കുന്ന കേട്ടാ. നിറച്ചിട്ടേ പോവുള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹാപ്പി വിഷു പറ. ബാഗ് അപ്പൂപ്പന് കൊടുത്തിട്ട് പോണത്. ഇനി മമ്മ. എന്നിട്ടാണ് നമുക്ക് ടോയ് ഷോപ്പിൽ പോവാ. ഹാപ്പി വിഷു. ഓക്കേ, ഗോ. അത് ബാഗിലിട്. കാല് തൊട്ട് തൊഴുത് വേദു. അയ്യോടാ, എല്ലാം പോയി. കാല് തൊട്ട് തൊഴു. ഹാപ്പി വിഷു പറ വേദു. ഹാപ്പി വിഷു ചക്കരേ. എത്ര പൈസ?
നോക്ക് വേദു അടയ്ക്കും. ഇതെല്ലാം പൈസ വെച്ച് വേദു എന്ത് ചെയ്യും? കാറ് വാങ്ങി ഡ്രൈവിൽ കൊണ്ടുപോകണം. ഓക്കെ നോക്കി. വേദു വിഷുക്കൈ നീട്ടം വാങ്ങുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് എൻ്റെ കേസിലുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ടൈം വിഷു ആണ്. കാരണം പോക്കറ്റ് മണി കിട്ടുന്ന റിലീജിയൻ ഡസൻ മാറ്റർ. ഐ തിങ്ക് എൻ്റെ അന്നത്തെ കാലത്ത് ക്രിസ്ത്യൻ മുസ്ലിം ഫ്രണ്ട്സ് എല്ലാവർക്കും വിഷുക്കൈ നീട്ടം കിട്ടുമായിരുന്നു. ഞങ്ങളുടെ ഒരു ഹാപ്പിയസ്റ്റ് ഡേ ആയിരുന്നു. ഇപ്പോൾ വേദുവിനെ കാണുമ്പോൾ എന്താ ഭയങ്കര ഒരു റീലിവിങ് മെമ്മറീസ്. ഐം ഷുവർ നിങ്ങൾക്കും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് കാണുമല്ലോ. നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കയ്യിൽ നിന്നും ആൻറ്റീസിൻ്റെ അങ്കിൾസിൻ്റെ കയ്യിൽ നിന്നും. അന്ന് പിന്നെ നമ്മൾ കുടുംബത്തോടെ ആണല്ലോ വിഷു ഒക്കെ ആഘോഷിക്കുന്നത്. ഇന്ന് ഇപ്പം എല്ലാവരും എബ്രോഡും ഓരോ സ്ഥലത്തൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭാഗ്യം ചില ഫാമിലീസിന് ഉണ്ടാവാറുള്ളൂ. പക്ഷെ അന്നത്തെ കാലത്ത് ഇഷ്ടംമാതിരി പൈസ കിട്ടുമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഭയങ്കര സംഭവമായിരുന്നു അന്നത്തെ ഒരു വിഷു. ഇനി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നേരെ ഹയാത്തിൽ പോവാണ്. ഞങ്ങൾ രണ്ടാമത്തെ സദ്യയാണ് ഹയാത്തിലേക്ക് പോകുന്നത്. അവിടുത്തെ സദ്യ ഇസ് അമേസിങ് കാഴ്ച. ഈ വർഷം ഇനിയിപ്പോൾ പറ്റില്ലായിരിക്കും. അടുത്ത വർഷം ആർക്കെങ്കിലും കിഡിലെ ഒരു സദ്യ 100% ഗുഡ് ടേസ്റ്റിംഗ് ആണെങ്കിൽ കഴിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ ഹയാത്തിലേക്ക് വിട്ടു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇറ്റ് ഇസ് വർത്ത് ദാറ്റ് മണി. അപ്പോൾ അതേ ഡ്രസ്സൊക്കെ മാറി അമ്മേനെ ബേക്ക് ചെയ്ത് നേരെ ഹയാത്തിലേക്ക് വിടാം. അത് കഴിഞ്ഞ് വൈകുന്നേരം വേദുവിന് പടക്കം പൊട്ടിക്കൽ. അത് നമ്മുടെ ശില്പ ആൻഡ് ഗാങ്, നമ്മുടെ നെയ്ബേഴ്സിൻ്റെ കൂടെ. പിന്നെയും തിളക്കാം വിഷുവിന്. എവിടെ ബാക്കിയുള്ളവരൊക്കെ ടോയ്ലറ്റിൽ പോയാ? അപ്പൊ വെജ് ഇന്ന് വെജ് മാത്രമേ ഉള്ളൂ കേട്ടല്ലോ. അൺഫോർച്ചുനേറ്റ്ലി അതാണ് സംഭവം. പക്ഷെ കിഡിലരായിരിക്കും. നമ്മുടെ സ്വന്തം ഷെഫാണ് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വിഷുവിൻ്റെ ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് പാക്കേജ് ആവണമെങ്കിൽ സദ്യ വേണം. ഞങ്ങൾ പറഞ്ഞ പോലെ സദ്യ വീട്ടിൽ ആർക്കും കുക്ക് ചെയ്യാനൊന്നും താല്പര്യമില്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു ദിവസമെങ്കിലും കിച്ചൺ ചെയ്ത് ഭോജനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഗ്രാൻഡ് ഹയാത്തിലെ സദ്യ ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ല. നമ്മൾ ഈദൊക്കെ സ്ഥിരം ഇവിടെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു സദ്യ ഇതുവരെ കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവരായിട്ടും ഇവിടെ സദ്യക്ക് വന്നിട്ടുണ്ട്. ഒന്നൊന്നര സദ്യ ആയിരിക്കും. വെജിറ്റേറിയൻ ആണെങ്കിലും ആബ്സല്യൂട്ട്ലി ഡെലീഷ്യസ് ആയിരിക്കും. വർഷങ്ങൾക്ക് ശേഷം വിഷുവിനും കൂടെ ഉള്ളൂ ഷെഫ് പോവാന്ന്. വിഷുവിന് അല്ല, അങ്ങനെയല്ല, വീട്ടിലേക്ക് പോയിട്ട് വരുന്നു. ഇല്ല ഇല്ല ഇല്ല. അതെ, വിഷുവിന്റെ സ്പെഷ്യൽ എന്താ ഷെഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അറിയാലോ. ഫുഡൊക്കെ അടിപൊളിയായിരിക്കും, അറിയാലോ. ഇളനീർ പായസം ഉണ്ട്. അതെ, അതിന്റെ റെസിപ്പി വേണമെങ്കിൽ ആ ബുക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അത് കാണുമായിരിക്കും. ഷെഫ് ലേതയുടെ ബുക്കിൽ ഷർട്ട് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിൽ നിന്നാണോ? നമ്മുടെ ഷോപ്പിൽ നിന്നാണോ ഇത്? ഇവിടുന്ന് ഓവറോമാളിന്റെ എക്സിബിഷനിൽ വാങ്ങിയതാ. ആ, അത് തന്നെ. കുറച്ചും കൂടെ ഇട്ടോളാം ആ കറികളൊക്കെ ഒന്ന്. നമുക്ക് തൈവാനിൽ പോയി മറ്റേത് കഴിച്ചാലോ, മറ്റേ റാമിന് നൂഡിൽസ് ഒക്കെ. ഫസ്റ്റ് ടൈം അല്ലേ ഷെഫ് ലേതയുടെ ഫുഡ് കഴിക്കുന്നത്? എങ്ങനെയുണ്ട്? സൂപ്പർ ഡൂപ്പർ ആടാ. ഇത് ഈ കണക്കിന് ഞാൻ ഒരു ദിവസം നോൺ വെജ് താലിയുണ്ട് ഷെഫിന്റെ. ധന്യൊക്കെ വരുമ്പോൾ ഞാൻ കൊണ്ടുവരാം. അത് വേറെ ലെവലാ. അതിപ്പോ മെനുവിലില്ല, ചിലപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. അതിലേക്ക് കൊണ്ടുവരാം. സൂപ്പർ അല്ലേ? അത് മതി. ഇതേ ചോറ്, ഇഷ്ടമാതിരി പരിപ്പ്, ഇനി അടുത്ത സാമ്പാർ വരും. പായസങ്ങൾ ഇപ്പൊ നിറയുന്നതായിരിക്കും. 3 കൂട്ടം പായസം ഉണ്ട്. അതിൽ ഇളനീർ പായസം വരും, അതായിരിക്കും ഹൈലൈറ്റ്. അതല്ല ഓബിയസ്ലി അവിയല്, നമ്മുടെ കൂട്ടുകറി, തോരൻ, എലിശ്ശേരി, ഈവൻ പാവയ്ക്ക ഫ്രൈ ഉണ്ട്. പിന്നെ ഇത്രയും വേറെ വേറെ കറികളൊക്കെ ഉണ്ട്. ഇത് സംഭവമാണ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ബീഫ് ഫ്രൈയും കൂടെ പറയാം. ഇത് അപ്പയ്ക്ക് വേണം കേട്ടപ്പോ? വേണ്ട, പാടില്ല, എന്നാ വേണ്ട. ആണല്ലേ? പാടില്ല, എന്നാ വേണ്ട. ചോറ് കാണാനില്ല കേട്ടോ. മറ്റേ ഇന്നസെന്റ് പറയാ, നെടുകൂടി വേണു പറയുന്ന പോലെ ഇവിടെ ഒന്നും കിട്ടിയില്ല, എനിക്ക് ആരും ഒന്നും തന്നില്ല എന്ന് ഇവിടെ പറഞ്ഞ കേട്ടില്ല. അതോ ഇത് കുറെ നാൾ കഴിക്കാത്തോണ്ട് തോന്നാണോ? അല്ല, ഹയാത്തിന്റെ അത്രയും ടേസ്റ്റ് സദ്യ ഇവിടെ കഴിച്ചിട്ടില്ല. ഞാനും സത്യമാണ്. നിങ്ങളല്ലേ ഞാൻ ഇതിൽ അഭിപ്രായം പറയുന്ന ആളല്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറയാത്ത. എല്ലാത്തിനും എല്ലാം കറക്റ്റ് പാകാം. കാരണം എന്താണെന്നറിയോ, എന്റെ ഫ്രണ്ടാണ്. പിന്നെ കൊള്ളാടി, സൂപ്പർ ഡൂപ്പർ ആണോ? എന്റെ ഫ്രണ്ട് കുക്ക് ചെയ്തോണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ്. പായസം ആണെങ്കിൽ പരിപ്പ്, ഗോതമ്പ്, പാലട,
പക്ഷെ ഒരാള് മാത്രം ഇലയില് പപ്പടം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നത്. സാമ്പാർ സാമ്പാർ എന്ത് സാമ്പാർ? ഞാൻ സാമ്പാർ ഞാൻ ഒരു പായസം കഴിച്ചിട്ട് നിർത്തുന്നതായിരിക്കും. അതെ, ഞാൻ പാലട മാത്രമേ കഴിച്ചുള്ളൂ. ആ ഇത് അടുത്തതിലേക്ക് അടുത്തലേക്ക് അതെ ഒരു ലിമിറ്റ് വെച്ച് കഴിക്കുക. അടുത്തതിലേക്ക് കാരണം നാളെ ബിഗ് ഡേ ആണ്, അറിയാലോ. ലൈഫിലെ ബിഗ് ഡേ ആ, അല്ലേ? അതെ. ഒരു ബിഗ് ഡേ എന്റെ കല്യാണമായിരുന്നു. ആ. സെക്കൻഡ് ബിഗ് ഡേ വേദൂന പ്രസവിക്കുന്നു. ആ. ഇത് തേർഡ് ബിഗ് ബിഗ് ഡേ. ഡേ. കണ്ടാ എന്ത് ഇങ്ങനെ വേണം ചോറും സദ്യ ഉണ്ണാൻ. ഇത് ഇങ്ങനെ ഉണ്ടാൻ കുറച്ച് പാടാ. ഒരു പാടുമില്ല. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് സദ്യ. പക്ഷെ എന്നിട്ട് ഞാൻ കഴിച്ചിട്ടൊക്കെ അപ്പൊ ഇഷ്ടമുള്ളവർ എങ്ങനെ കഴിക്കണം, അടിപൊളിയാക്കണ്ടേ. ഇതിന് പകരം അമ്മയ്ക്ക് ആ ഒരു നോൺ വെജ് താലിക്ക് ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും. അത് ചിലപ്പോ ഇത്രയും പുള്ളിയും പറ്റില്ല. ഇത് സംഭവമായി പോയി അല്ലേ? ഇത് ഭയങ്കര സംഭവം. ഈ മമ്മീനെ ഇറക്കാനാണ് പാട് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അമ്മി വരില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. ബൈ ബൈ. എവിടെ പോവാ വേദു? എവിടെ? ക്രാക്കേഴ്സ് പൊട്ടിക്കാൻ എവിടെ പോവാ? എന്നാ ബാ. ഇന്ന് കൃഷ്ണയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? ആ ബാ, ഇതാ ഇത് ചേട്ടാ ചേച്ചിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാ തൈവാനിന്ന്. ഓക്കെ, എന്തുപോലെ ആണോ? അയ്യോ പോയി. വേഗം കാണാം. പ്രിയ ബാക്ക് ടു ഷോപ്പ്. ക്ലോസിംഗ് ടൈം ആയി. നമ്മുടെ വിഷുക്കണി നാളെ, വിഷുവിന്റെ കൊണ്ടപ്പൂവൊക്കെ നാളെ ഇവിടെ നിന്ന് ഇറക്കുന്നതായിരിക്കും. തീം ട്രെയിനിൽ ഇനി അടുത്ത തീം എന്തായിരിക്കും എന്ന് ആലോചിക്കണം. എന്തായാലും വിഷു ആലോചിക്കാം. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ? ആ, അപ്പൊ അടിപൊളി വിഷു ആയിരുന്നു. എല്ലാവരുമായിട്ട് കൂടി ഷെഫ് ലതയുടെ സദ്യ വാസ് ദ ഹൈലൈറ്റ് ഓഫ് ദ ഡേ. എല്ലാം കൊണ്ട് അടിപൊളി. വേദു പടക്കം പൊട്ടിച്ച് കഴിഞ്ഞ് ഇപ്പൊ വീട്ടിലെത്തി കാണും. അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വ്ളോഗ് വളരെ 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 സ്പെഷ്യൽ, വളരെ ഇമ്പോർട്ടന്റ് ആയ സ്പെഷ്യലായ സർപ്രൈസ് ആയ വ്ളോഗായിരുന്നു. സർപ്രൈസ് ഒന്നുമല്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തായിരിക്കും ആ സർപ്രൈസ് സർപ്രൈസ് അതെ. നമുക്കല്ല, ആ അവർക്ക്. ഞാനല്ലേ സർപ്രൈസ് ചെയ്തത്, ഇത്തവണ നിങ്ങൾ സർപ്രൈസ് ആവും. അതെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. എല്ലാവർക്കും once again ഹാപ്പി വിഷു. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി. ബൈ.